പോസ്റ്റ് ടു 3.1 വന്നിട്ടുള്ള ഫോണ്ടുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഫീച്ചേഴ്സാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. നമ്മളൊരു ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്തു, താഴെയുള്ള ഫോണ്ടിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ കുറച്ച് പുതിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാം. അതിൽ ഒന്നാമത്തെ മാറ്റം നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് കസ്റ്റം ഫോണ്ടുകളും അതുപോലെ തന്നെ ഇതിൽ തന്നെയുള്ള ഫോണ്ടുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണ്ട് അതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാൻ മതി. ഫോണ്ടിൻ്റെ താഴെ തന്നെ അതിൻ്റെ പേര് എഴുതി കാണിക്കുന്നുണ്ടാവും. ജസ്റ്റ് അതിൻ്റെ തുടക്കത്തിലുള്ള 2-3 അക്ഷരങ്ങൾ അടിച്ചാൽ തന്നെ അതിൻ്റെ റിസൾട്ടുകൾ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. അത് ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഫോണ്ട് അപ്ഡേറ്റ് ചെയ്യാം. അതാണ് ഫോണ്ട് സെർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ അതിലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ഇൻ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അഥവാ ഈ ഒരു ക്യാൻവാസിൽ ഈ ഒരു ഡിസൈനിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഫോണ്ടുകളൊക്കെ താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുതന്നെ നിങ്ങൾക്ക് വീണ്ടും റീയൂസ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റൈലുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഫോണ്ടുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ഓപ്ഷനാണ് റീസെൻ്റ് എന്ന് പറയുന്ന അടുത്തൊരു ടാബ്. റീസെൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈനിങ് നമ്മൾ വേറെയും ഫയലുകളിലൊക്കെ ഫോണ്ടുകൾ പലതും യൂസ് ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഫോണ്ടുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരുപക്ഷെ കഴിഞ്ഞ ഡിസൈനിലും അതിന് മുമ്പത്തെ ഡിസൈനിലൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിച്ച ഫോണ്ടുകളായിരിക്കും ഇവിടെ റീപ്ലേസ് ആവുക. ഇൻ ഫയലിൽ നമ്മൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസൈനിലുള്ള ഫോണ്ടുകളും റീസെൻറ്റിൽ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഫോണ്ടുകളാണ് വരിക. കസ്റ്റം സെഷനിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള കസ്റ്റം ഫോണ്ടുകളാണ് ഉണ്ടാവുക. കൂടുതലായിട്ട് വന്നിട്ടുള്ള ഫോണ്ടുകളാണ് ഹിന്ദി, ഒഡിയ, ഉറുദു, ബംഗാളി, ഉറുദു, അങ്ങനെ ഒരു ഏകദേശം 10ഓളം ഇന്ത്യൻ ലാംഗ്വേജുകളിലേക്കുള്ള ഫോണ്ടുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ഏത് ഭാഷയിലാണോ, ഇവിടെ ഉറുദു ആണ് നമ്മൾ ആഡ് ചെയ്തതെങ്കിൽ ഉറുദു ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉറുദുവിൽ അതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റും. നമ്മൾ മലയാളം അടിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് മലയാളം അവിടെ കാണുന്നത്. മറാഠി, അതുപോലെ തന്നെ ഒഡിയ, ഹിന്ദി, തമിഴ്, കന്നഡ ഒക്കെ അതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ കൂടെ ലാംഗ്വേജ് പോസ്റ്റഡ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും അധികം ഫീച്ചേഴ്സാണ് ഫോണ്ടുകളിൽ പുതുതായി വന്നിട്ടുള്ളത്.